സോ ഫൈനലി കാത്തിരുന്ന് എമ്പുരാൻ കണ്ടിരിക്കുകയാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലൊരു എബോവറേജ് ഫീലാണ് സിനിമ നൽകിയിട്ടുള്ളത്. പടത്തിൻ്റെ ഏറ്റവും മേജർ പോസിറ്റീവ് ഫസ്റ്റ് പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സിനിമാറ്റോഗ്രാഫി ക്വാളിറ്റി ഒരു രക്ഷയില്ല. നമ്മൾ ടീസറും ട്രെയിലറെല്ലാം കണ്ടു തന്നെയാണ്. സിനിമയിലൊക്കെ അതിൻ്റെ അപ്പുറമാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ഹോളിവുഡ് മൂവി കാണുന്ന ഫീൽ സിനിമ നൽകിയിട്ടുള്ളത്. ഒരു മലയാള സിനിമയാണ് ഞാൻ ഇപ്പം കാണുന്നത്. സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റിയില്ല. അജാതി സിനിമാറ്റോഗ്രാഫി, അജാതി മേക്കിങ്. ഇതിൻ്റെ മേക്കിംഗ് ആണ് ഒരു രക്ഷയില്ല സാധനം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം അതാണ്. എസ്പെഷ്യലി എൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ നടക്കുന്ന പുറം രാജ്യങ്ങൾ ലൊക്കേഷനിലെല്ലാം. സോ അതൊക്കെ റിയൽ ആയിട്ട് പോയിട്ട് ഷൂട്ട് ചെയ്താണ് പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ശരിക്കും സ്ക്രീനിൽ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും സ്ക്രീനിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും ഒരു രക്ഷയില്ല. വേറെ ഏതെങ്കിലും ഒരു മലയാള സിനിമ, വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി ഇമാതിരി ക്വാളിറ്റിയുള്ള സിനിമ കണ്ടിട്ടുണ്ടാവില്ല. കിടിലം ടോപ്പ് നോച്ച് ക്വാളിറ്റിയുടെ പടം. പക്ഷേ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ലാക്കാകുന്നുണ്ട്. കുറേ മിസ്സിങ് ഫാക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് തന്നെ സിനിമ കുറേ കൂടി പുറകോട്ട് വലിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. സിനിമ എന്നെ സംബന്ധിച്ച് നല്ല ഇങ്ങനെ ഗ്രിപ്പിംഗ് തന്നെയാണ്. തുടക്കോട്ട് അവസാനം വരെ നല്ല ഇങ്ങനെ എൻഗേജിങ് ആയി. എനിക്ക് ബോറടിയോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു ഡ്രാമ മൂഡ് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം പോയത്. ഒരു മാസ് രീതിയോ അങ്ങനെയൊന്നുമല്ല, ഒരു ക്ലാസ് രീതിയിലാണ് സാധനം പോയിട്ടുള്ളത്. ആൻഡ് സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അബ്രഹാം ഖുറേഷിൻ്റെ ക്യാരക്ടറിനെ കുറച്ചും കൂടി ഒന്ന് സെൻട്രലൈസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെയും കേരളത്തിലേക്കുള്ള കുറേ ഫാക്ടേഴ്സിൻ്റെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. കേരളം പുറം രാജ്യം രണ്ടും കൂടി ഈക്വൽ പൊട്ടൻഷ്യൽ ആയിട്ട് സിനിമയിൽ കാണിച്ചുകൊണ്ടുവന്നത്. അത് ചില സമയത്ത് നെഗറ്റീവായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇടയ്ക്ക് നമ്മൾ പുറം രാജ്യത്തേക്കെല്ലാം പോകുമ്പോൾ ഒരു ഹോളിവുഡ് ലെവലിൽ ഫീൽ ചെയ്ത് നിൽക്കുന്നു. പിന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഡൗൺ ആയി പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കേരളം കാണിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വേണ്ടായിരുന്നു, നമുക്ക് പിന്നെയും മറ്റേ സ്ഥലത്തേക്ക് പോയാൽ മതി. എനിക്ക് ഒരു പേഴ്സണൽ എനിക്ക് ആ ഒരു ഫീൽ തോന്നി. പിന്നെ ഈ സിനിമ ലൂസിഫറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറിൻ്റെ ആ ഒരു സംഭവം നമുക്ക് എപ്പോഴും കിട്ടുന്നില്ല. അത് എനിക്ക് മാത്രം തോന്നിയ കാര്യമാണോ എന്നറിയില്ല. ലൂസിഫർ വെച്ച് നമുക്ക് എന്തായാലും കമ്പയർ ചെയ്തേ പറ്റും. കാരണം ഇത് ഒരു ലൂസിഫറിൻ്റെ സീക്വലാണ്. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങൾ പുറകോട്ട് വലിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഈ സിനിമയിൽ നോക്കുമ്പോൾ. പിന്നെ പൃഥ്വിരാജ് സുകുമാരനെ പറ്റി പറയുകയാണെങ്കിൽ ഡയറക്ഷൻ, മേക്കിംഗ്, അതിനെപ്പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്ര ഗംഭീരമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ആ ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ല ഇങ്ങനെ കണക്ട് ആയത്. നല്ല ഇങ്ങനെ ഒരു ഡ്രാമ പോർഷനൊക്കെ നല്ല ഇങ്ങനെ കണക്ട് ആയി. ആ ഒരു മേക്കിംഗ് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഗ്രാഫ് ഒറ്റൊരു പൊങ്ങലുണ്ട്. സുരാജ് വന്യാറമോട് പറഞ്ഞ പോലെ ജംഗിൾ പൊളി. ആ ജംഗിളിലെ ഫൈറ്റ് സീക്വൻസ് ഒരു രക്ഷയില്ലായിരുന്നു. അതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു കംബാക്ക് ശരിക്കും ആ സീനാണ് ഞാൻ കണ്ടത്. കിടിലം കംബാക്ക് ആണ് ലാലേട്ടൻ്റെ. ആ ഒരു സ്ക്രീൻ പ്രസൻസും സ്വാഗും ആ ഒരു പഴയ ലാലേട്ടൻ്റെ സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ കണ്ടു. എനിക്കൊരു ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല ആ ജംഗിൾ ഫൈറ്റ് സീക്വൻസ്. ക്ലൈമാക്സ് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ആ ജംഗിൾ ഫൈറ്റ് സീക്വൻസ് തന്നെയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കെല്ലാം പറഞ്ഞാൽ ജംഗിൾ ഫൈറ്റ് സീക്വൻസ് എല്ലാം കഴിഞ്ഞാൽ ആ ഒരു ഗ്രാഫ് മുകളിലോട്ടേക്ക് പോകുന്നതാണ് വിചാരിച്ചത്. ബട്ട് എന്നെ സംബന്ധിച്ച് ആ ഒരു ഗ്രാഫ് താഴോട്ടേക്കാണ് പോയത്. പിന്നെ ആ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് എല്ലാം അത് നല്ലൊരു കൊമേഴ്ഷ്യൽ ആസ്പെക്ട് നല്ല ഇങ്ങനെ മേക്ക് ചെയ്തിട്ടുണ്ട് ആ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ്. പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ ഇങ്ങനെ പുറകോട്ട് വരിക്കുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ സ്ഥലത്തേക്ക് പോകുന്നു, ആ ഒരു ഫൈറ്റ് സീക്വൻസ് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ഫാക്ടറായിട്ട് തോന്നി എനിക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പല സ്ഥലങ്ങളിലും ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്ന സമയത്ത് അത് വളരെ ഇരിക്കുന്ന മൈൽഡാക്കി തന്നെ വെച്ചിട്ടുണ്ട്. ദീപദേവിലെ പാട്ടും കാര്യങ്ങളും നമ്മൾ ലൂസിഫറിൽ കണ്ടതിനെ കിടുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നോ തന്നെ വേണം പറയാനും. ഉപരിക്ക് പരമാവധി പറ്റി ഇതിനകത്ത് നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ തീരെ അത് എഫക്റ്റ് ആയില്ല എന്ന് വേണം പറയാം. എസ്പെഷ്യലി ആ ക്ലൈമാക്സ് ഫൈറ്റിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തീരെ അത് ബൈൻഡ് ആവുന്നില്ല. അത് വല്ലാതെ പുറകോട്ട് വലിക്കുന്നത് സിനിമേനെ. എനിക്ക് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് പറയാനുള്ള ഇതിൻ്റെ മേക്കിംഗ് ആൻഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പ്രത്യേകിച്ച് നല്ല ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്രിപ്റ്റും വലിയൊരു പറക്കുന്ന സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നുമല്ല. ഓവർ ഹൈപ്പ് വെച്ച് പോയാലും എന്തായാലും നിങ്ങൾക്ക് തലക്കടി കിട്ടും, ഉറപ്പാണ്. ഒട്ടും ഹൈപ്പ് ഇല്ലാതെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓവർ ഹൈപ്പ് ഈ സിനിമയിൽ പുറകോട്ട് വലിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് എന്തായാലും പറഞ്ഞിരിക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ റീസെൻറ്റ് ഇൻ്റർവ്യൂസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഗംഭീര പീക്ക് സമയത്ത് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഹൈപ്പ്. പക്ഷേ ആ ഒരു ലെവൽ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ എനിക്ക് ഫുള്ളി തന്നില്ല. ബട്ട് എന്നാൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും ചില ഒരു ഇമോഷണൽ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് സീൻ ഉണ്ട്, ഒരു 15 മിനിറ്റുള്ള ഒരു ബാക്ക് സ്റ്റോറി കാണിക്കുന്ന സംഭവമാണ്. സ്പോയിലറായി പോയി പറയുന്നില്ല. സോ അതിൻ്റെ ഇമോഷണൽ സീക്വൻസിൽ വളരെ നല്ല കണക്ട് ആണ്. സോ അങ്ങനത്തെ ഇമോഷണൽ സീക്വൻസിൽ കണക്ട് ആകുന്നതിനെ കൊണ്ട് എനിക്ക് നല്ലൊരു ഫീലിംഗ് കിട്ടി. തിയേറ്ററിൽ ആസ്വദിക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ, തിയേറ്റർ പൂരപ്പറമ്പാക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. ആ ഒരു കാട്ടിലെ ആ ഒരു തീ പിടിച്ച ഫൈറ്റ് സീക്വൻസ് അതിനെ ഒരിക്കലും മറക്കൂല, കിണ്ണ സാധനമായിരുന്നു. ആൻഡ് കുറേ ലൂസിഫറിൻ്റെ സിനിമയിൽ തന്നെ കുറേ റെഫറൻസും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ലൂസിഫറിൽ തന്നെ കുറേ ഡയലോഗ്സും അതിനകത്ത് വന്ന് കുറേ പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും എക്സ്റ്റൻഡ് ആയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ലൂസിഫറിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ വേണമെങ്കിൽ പറയാം. ഈ സിനിമയെ പറ്റി വേറെ ഡൗട്ട് വന്നതെന്ന് വെച്ചാൽ ഇതൊരു സീക്വൽ ആയിട്ട് തന്നെ വരുന്ന സർവൈവിൻ്റെ സിനിമയാണ്. അതായത് സ്റ്റാൻഡ് ലോൺ ആയിട്ട് ഈ സിനിമ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. രാജവട്ടം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡ് ലോൺ ആയിട്ട് ആർക്ക് വേണം കാണാനാണ്. ഫസ്റ്റ് ആ കേരളത്തിലെ സീക്വൻസും പിന്നെ ആ ഒരു പുറം രാജ്യങ്ങളിലെ സീക്വൻസും രണ്ട് ഇന്ത്യൻ ഈക്വൽ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലൂസിഫറിൻ്റെ ഫസ്റ്റ് ഭാഗം എന്തായാലും കണ്ടിരിക്കണം ഈ സിനിമ കാണാൻ പറ്റുന്നത്. അതിൻ്റെ പക്കാ സീക്വൽ തന്നെയാണ്. സോ മൊത്തത്തിൽ നോക്കിയാൽ ടോട്ടലി ഒരു അബോറേജ് ഫീലാണ്. ആൻഡ് മേക്കിംഗ് വൈസ് നോക്കിയാൽ ഇൻഡസ്ട്രിക്ക് ഏറ്റവും പ്രൗഡാകാൻ പറ്റിയ സംഭവം തന്നെയാണ്. പൊളിറ്റിക്കലി ത്രില്ലർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. മഞ്ജു വാര്യരുടെ ഒരു ക്യാരക്ടറിന് കുറച്ചും കൂടി ഡെപ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൊവിനോൻ്റെ ക്യാരക്ടറിന് ഫസ്റ്റ് കൊടുത്ത ഒരു നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. ഇതിനകത്തെന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്ക് ഓൾറെഡി ആരാം ട്രെയിലർ കണ്ടിട്ടുണ്ടാകും, ഒരു നെഗറ്റീവ് ഷെയ്ഡ് എന്ന സാധനം അത് സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും. അതിനെപ്പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സോ ടൊവിനോ ഇതിനകത്ത് തെളിഞ്ഞോ ചോദിച്ചാൽ
മൂപ്പര് ചെയ്യേണ്ട കാര്യം നല്ലത് ചെയ്തതെന്നേ പറയുള്ളൂ. ആൻഡ് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും പറ്റി പറയാൻ തുടങ്ങിയാൽ പിന്നെ ഒരു ഒറ്റ റിവ്യൂ കൊണ്ട് തീരൂല. ആൻഡ് പടം നമ്മൾ വിചാരിക്കുന്ന ആ ഒരു രീതിയിലേക്കല്ല പോകുന്നത്. സ്ക്രിപ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു വീക്കായിട്ട് എനിക്ക് തോന്നി. കുറേ സാധനങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ പടം ഒരു എക്സ്പെക്ട് ചെയ്യുന്ന റീച്ചിൽ എത്തിയില്ല. ബട്ട് മേക്കിംഗ് വൈസ് പിന്നെ ആ ഒരു ലാലേട്ടൻ്റെ സ്വാഗ് അത് മതി കൊടുത്ത വയസ്സ് ലാഭമാകാൻ വേണ്ടി. എനിക്ക് ഏറ്റവും ശോകാവസ്ഥ തോന്നി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ മാർക്കോലെ റിവ്യൂവേഴ്സ് ടൈറ്റായിട്ട് ആണെങ്കിൽ പടച്ചിട്ടുണ്ടാവും. സോ മൊത്തത്തിൽ നോക്കിയാൽ ഒരു എബോ ആവറേജ് ഫ്ലിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യാണ്ട് കുറേ സാധനങ്ങളുണ്ട്. ലാലേട്ടൻ ഫാൻസൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ സീക്വൻസ് ഉണ്ട്. ആൻഡ് സർപ്രൈസിങ് എലമെൻസിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ആസ്വദിച്ച് കാണാൻ ശ്രമിക്കുക. അത്രേ പറയാനുള്ള എമ്പുരാനെ പറ്റിയിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.